ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സേവ്യർ. ഇന്നത്തെ വീഡിയോയിൽ ചെമ്പരത്തിയുടെ ഗുണങ്ങളെ പറ്റി പറയാം. ചെമ്പരത്തിയുടെ ഇലയ്ക്കും മുട്ടിനും പൂവിനും ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കാനായിട്ട് ആയുർവേദ മരുന്ന് തയ്യാറാക്കാനായിട്ട് ചെമ്പരത്തിയാദി വെളിച്ചെണ്ണയിൽ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഈ ചെമ്പരത്തിയുടെ ഘടകങ്ങളാണ്. ഈ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ കൊണ്ടുള്ള പ്രയോജനം ആദ്യം തന്നെ പറയാം. അതായത് കുട്ടികളൊക്കെ 28 കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ നമുക്ക് തേച്ച് കുളിപ്പിക്കാനായിട്ട് ഇനി എന്താ എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്നൊക്കെ ചോദിക്കാറില്ലേ. പ്രത്യേകിച്ച് ചില കുട്ടികൾക്ക് ഇങ്ങനെ കാലിലൊക്കെ മുട്ടിന് താഴെ ഇങ്ങനെ ഒരു ചിലന്തി പോലെ ഇങ്ങനെ ഡ്രൈ സ്കിന്നായിട്ട് കാണാം. അവരുടെ കയ്യിൽ കാണാം, കാലുകളിലാണ് പ്രത്യേകിച്ചും. ഇത്തരം സംഗതികളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ, അതുപോലെ ഇനി തലയിലൊക്കെ ഇങ്ങനെ പൊറ്റ പോലെ കാണാം. പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഈ അവസ്ഥയിലൊക്കെ നമുക്ക് ഈ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ ഉണ്ടല്ലോ, തലയ്ക്കും മേലും മുഖത്തും കയ്യിലും കാലിലും ഒക്കെ തേച്ചങ്ങോട്ട് കുളിപ്പിച്ചാണല്ലോ കുട്ടികൾക്ക് നല്ല നിറം വരാനും ആ തൊക്കിനൊക്കെ നല്ല മാർദ്ദവം കിട്ടാനും, ഇനി ആ തലയിലുണ്ടാകുന്ന പൊറ്റയും ആ കുരുക്കളൊക്കെ പോകാനും മുടി ഇടതൂർന്ന് വളരുന്നതിനും സഹായകമാണ് ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ കരപ്പൻ്റെ ചികിത്സയ്ക്ക് അതിനോട് കൂടെ തലയിലോ മേലോ ഒക്കെ തേച്ച് കുളിപ്പിക്കാനായിട്ട് വൈദ്യന്മാർ നിശ്ചയിക്കാറുണ്ട് അത്ര ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ. അപ്പോൾ ചെമ്പരത്തിയാദി നമുക്ക് സുലഭമായിട്ട് നാട്ടിൽ ലഭിക്കുന്നതാണ്, വളരെ വിലയും കുറവാണ്. ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ ഇനി കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, ഇനി നിങ്ങൾ തയ്യാറാക്കാനാണെങ്കിൽ എളുപ്പമാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലയ്ക്കും മുട്ടിനും പൂവിനും ഒക്കെ വളരെ വിശേഷ ഗുണങ്ങൾ നമ്മളെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേരളീയ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ വളരെ പ്രചാരം നേടിയിട്ടുള്ളതാണ് വൈദ്യന്മാർക്കിടയിൽ. നിങ്ങൾക്കും പലർക്കൊക്കെ അറിയുണ്ടാവും. പ്രത്യേകിച്ച് ഈ ബാലചികിത്സയിൽ കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട്. ഇനി വലിയവർക്കും പറ്റുട്ടോ, തലയിലൊക്കെ ഇങ്ങനെ പറ്റവർ അങ്ങനെ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നവർ ധാരാളമുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി തണുപ്പാ ചങ്ങാതി. അപ്പോൾ അതുകൊണ്ട് ഈ കഫസംബന്ധമായ നീരിളക്കവും സൈനസൈറ്റിസും ആസ്മയൊക്കെ ഉള്ളവർ തേച്ച് കുളിപ്പിച്ചാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. തലയ്ക്ക് പിടിക്കില്ല വെച്ചാൽ നിർത്തുക നല്ലത്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തലയ്ക്കെണ്ണ നിശ്ചയിക്കാൻ എപ്പോഴും നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. ആ നേരിട്ടുള്ള നിങ്ങളുടെ കഫപ്രകൃതി, നിങ്ങളുടെ ദേഹപ്രകൃതി, രോഗാവസ്ഥകളൊക്കെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടതായ ഒരു വെളിച്ചെണ്ണ നിശ്ചയിക്കുകയാണ് ഏറ്റവും ഉത്തമം. പക്ഷേ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ ഇത്തരം സംഗതികളിലൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് മാത്രം. ഓക്കെ, ഇനി ഇതിൻ്റെ ചെമ്പരത്തി പൂവിൻ്റെ വിശേഷ ഗുണങ്ങളുണ്ട്. വളരെ ഫലപ്രദമായിട്ടുള്ള, നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ചില ഗുണങ്ങളുണ്ട്. ചെമ്പരത്തി പൂ നിങ്ങൾ വെറും പൂവായിട്ടാണ് വിചാരിച്ചിട്ടുള്ളൂ, പക്ഷേ അതങ്ങനെയല്ല. അതിലപ്പുറം കുറേ ഗുണങ്ങളുണ്ട്. അത് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്ത അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് അടുത്ത് വരുന്ന ബെല്ലൈക്കണം ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ എന്താ ഗുണമെന്ന് അറിയോ? ഡെയിലി 3 മണിക്ക് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇന്നലെ ഒരു ദിവസം വീഡിയോ ഒന്നും മുടങ്ങി. അതെന്താണെന്ന് വെച്ചാൽ വളരെ അവിചാരിതമായ കാരണങ്ങളാൽ നമ്മുടെ ഒരു ആത്മസുഹൃത്ത്, 10-30ഓളം വർഷത്തെ പഴക്കമുള്ള പരിചയമുള്ള ഒരു സുഹൃത്തിൻ്റെ അകാലത്തിലുള്ള വിയോഗം, അതിൻ്റെ ആ ചടങ്ങുകൾ സംബന്ധിക്കാനായിട്ട് പോയത് വഴി നമുക്ക് പറ്റിയില്ല. പിന്നെ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടരുകയാണ്. അപ്പോൾ അതായത് പൂവിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നൊരു സംഗതി ഉണ്ട്. നമ്മൾ കളിയാക്കി പറയാറില്ലേ, ചെമ്പരത്തി പൂവ് ഈ മനോരോഗമായിട്ട് ബന്ധപ്പെടുത്തി. അതിനൊരു കഥയില്ല, അതൊരു സത്യമുണ്ട്. അതായത് ഈ മനോരോഗികൾക്ക് മനോരോഗ ചികിത്സയിൽ അങ്ങനത്തെ ചികിത്സകളൊക്കെ കഴിഞ്ഞിട്ട് അവർ നല്ലിരിക്കൽ അവർ വിശ്രമിക്കാൻ വിടുമ്പോഴേ ഈ ചെമ്പരത്തി പൂ ഇങ്ങനെ ചെവിയിൽ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ആ പ്രയോഗം ഉണ്ടായത്. ഇത് നിങ്ങൾക്ക് അറിയോ? ചെമ്പരത്തി പൂ വയ്ക്കാറായി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതേ ആ മനോരോഗ ചികിത്സയിൽ ധാരയൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ലിരിക്കുന്ന സമയത്ത് ചെവിയിൽ ചെമ്പരത്തി പൂ വെച്ച് കൊടുക്കും. അത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതള് വിരിഞ്ഞ ഭാഗം പുറകോട്ടായിട്ടാണ് വെക്കേണ്ടത്, പുറകിലേക്ക് തിരിച്ചാണ് വെക്കേണ്ടത്. മനസ്സിലായോ? എന്താ അതിൻ്റെ ഗുണച്ചല്ലേ, നല്ല ഉറക്കം കിട്ടുന്നതിനും കാമിങ്ങിനും ഒക്കെ സഹായിക്കും. ഈ ചെമ്പരത്തി പൂവിന് അങ്ങനെ ഒരു വിശേഷ ഗുണമുണ്ട്. നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും. ഈ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ തേച്ച് കുളിച്ചാലും നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും ഉറക്കക്കുറവുള്ളവർക്ക്. പക്ഷേ ഈ കഫസംബന്ധമായ പ്രശ്നങ്ങൾ, സൈനസൈറ്റിസോ ആസ്മയോ ഉള്ളവരാണെങ്കിൽ വേണ്ടാന്ന് മാത്രം. അത് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കണ്ട് നേരിട്ട് സമീപിച്ച് നിശ്ചയിക്കുകയാണ് ഉചിതം. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂ ധരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. പ്രത്യേകിച്ച് മനോരോഗ ചികിത്സയിൽ ഈ ഉറക്കം കിട്ടുന്നതിനായിട്ട് അതിന് സഹായിക്കും. ബ്രെയിൻ ഹെൽത്തിന്, മെമ്മറി, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ കൂടുതൽ നടത്തുന്നതിന് വേണ്ടതായ ഘടകങ്ങൾ ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 5 ഇതളിലുള്ള പൂക്കളില്ലേ, അതൊരു 2-3 പൂ എടുത്തിട്ട് അതിനുള്ളിൽ ഈ പ്രാണികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഊതി വൃത്തിയാക്കി ക്ലീനാണെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഒന്ന് കഴുകിയിട്ട് നിങ്ങൾ ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 പൂവ് ഇട്ടിട്ട് 3 മുതൽ 5 പൂവ് വരെ ഇടാം. 3 മതി. എന്നിട്ട് അത് നല്ലപോലെ ഇങ്ങനെ തിളപ്പിക്കുക. തിളപ്പിച്ച അങ്ങനെ വയലറ്റ്, നീല കലർന്ന വയലറ്റ് കളർത്തിൽ നിറം വരും. ചിലപ്പോൾ റെഡ് കളർ പോകും ചില പൂക്കൾ. അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് ആ വെള്ളം രാവിലെ വെറും വയറ്റിൽ ഒരു 1-1.5 ഗ്ലാസ് രാവിലെ വെറും വയറ്റിൽ കുടിച്ചോ.
ഇത് നിങ്ങൾക്ക് ഒട്ടനവധി ഗുണങ്ങൾ തരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ബ്രെയിൻ ഹെൽത്തിന് ചെമ്പരത്തിപ്പൂ സഹായിക്കുന്നുണ്ട്. ഇനി ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയും വെള്ളത്തിലൂടെയും കടന്നു വരുന്ന ഇമ്പ്യൂരിറ്റീസ് ഇല്ലേ, ആ പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ നമ്മുടെ രക്തത്തിലൂടെ ഓടിക്കളിക്കുന്ന സംഗതികളാണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ദോഷമാണ്. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും ആൻറ്റി ഓക്സിഡൻസ്. മനസ്സിലായോ? അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ ധാരാളം ഉണ്ട്. അതുകൊണ്ട് ആൻറ്റി ഏജിങ് എന്ന് വിളിക്കാം. സ്കിന്നിൻ്റെ ഗ്ലോയും സോഫ്റ്റ്നെസ്സും ഒക്കെ നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. ഒപ്പം തന്നെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, വൈറ്റമിൻ സി ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഈ ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ സ്കിന്നിന് വളരെ നല്ലതാവും. അതുകൊണ്ട് തന്നെ ആൻറ്റി ഏജിങ് എന്ന് വിളിക്കാം. ബ്രെയിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലർക്കും അറിയുകയും ചെയ്യാം. അതായത് ചുവപ്പ് നിറമുള്ള പഴങ്ങൾക്കും ഈ പൂക്കൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയായിട്ട് ഹാർട്ടും ലിവറും ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ സിസ്റ്റത്തിനെ എൻഹാൻസ് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനും ഈ ചുവപ്പ് നിറമുള്ള, അതായത് ഓറഞ്ചോ, ഇത് ഒരു യാതൊരു അടിസ്ഥാനമില്ലാത്ത ഇങ്ങനെ ഒരു കേട്ടുകേൾവിയാണ് കേട്ടോ. പക്ഷേ ചെമ്പരത്തിപ്പൂവിന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഗുണങ്ങളുണ്ട് ഇത്തരം രോഗാവസ്ഥകൾ. അതായത് കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് ഈ ഫിൽട്രേഷൻ നടക്കുന്ന സംഗതികളുണ്ടോ, അപ്പോൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ ലിവർ സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ടിന്, ആ ബ്ലഡ് വെസൽസിന്, ബ്രെയിനിന് ഒക്കെ വളരെ നല്ലതാണ് ഈ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഈ ടീ, ഈ ഹെർബൽ ടീ, ചെമ്പരത്തി ടീ എന്ന് വിളിക്കാം. ഹൈബിസ്കസ് ടീ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതായത് ഈ 3 പൂവ് എടുക്കുക, 5 ഇതളുള്ള 3 പൂവ് എടുക്കുക. ഈ കട്ട കുത്തി ഉണ്ടാകുന്ന ടൈപ്പല്ല വേണ്ടത്. 5 ഇതളുകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പൂവാണ്. അതെടുത്തിട്ട് അതിൻ്റെ ആ തണ്ടൊക്കെ കളഞ്ഞ് അത് ആ പൂവ് ഇങ്ങനെ എടുക്കുക. ഒരു 3 പൂവ്, ഒരു 1-2 ഗ്ലാസ്സോ വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളയ്ക്കുക. ഒരു 1-1.5 ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ ഒക്കെ ആയിട്ട് വറ്റുമ്പോൾ അരിച്ചെടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ടാണ് കുടിച്ചോ. ഇതുകൊണ്ട് ഇനി വേറെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയും. ഇപ്പോൾ ആൻറ്റി ഏജിങ്, ആൻറ്റി ഓക്സിഡൻസ്, ഫ്രീ റാഡിക്കൽസിനെ കൺട്രോൾ ചെയ്യൽ പറ്റും. ഇനി ഈ നമ്മുടെ ക്യാൻസർ സെല്ല് ഡെവലപ്പ് ചെയ്യുന്നത്, അതിനെ തടയുന്നതിന്, ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്ത് നിയന്ത്രിക്കുന്നതിന്, ക്യാൻസർ വരാതിരിക്കുന്നതിന് സഹായകമാകുന്ന ഘടകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ടെന്ന് ചുരുക്കം. മനസ്സിലായോ? അപ്പോൾ ആൻറ്റി ക്യാൻസർസ് ആണെന്ന് വിളിക്കാം. അതുപോലെ നീർക്കെട്ടുണ്ടാക്കുന്നതിന്, രക്തവാത സംബന്ധമായ രോഗാവസ്ഥകളിൽ നീർക്കെട്ടുണ്ടാവും. ഈ നീർക്കെട്ട് കുറയുന്നതിനും സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ക്യാൻസറസ് സംഗതികളുണ്ട്, ഇതുപോലെ ഫ്രീ റാഡിക്കൽസിനെ നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനിയുണ്ട് ഗുണങ്ങൾ. അതായത് വെയിറ്റ് റിഡക്ഷന് വളരെ നല്ലതാണ്. കുടവയറൊക്കെ ഒത്തിരി ചാടുന്നവർ, അതുപോലെ ഫാറ്റ് കണ്ടമാനം ബോഡിയിൽ കൂടി വരുന്നവർ ഒക്കെ ഈ നേരത്തെ പറഞ്ഞ ടീ ഇല്ലേ, ഈ ഹൈബിസ്കസ് ടീ, അതായത് ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ് അങ്ങോട്ട് കുടിക്കുക. ഇത് വെയിറ്റ് കുറയുന്നതിന് നല്ലതാണ്, ഈ സർക്കുലേഷൻ നന്നാവുന്നതിന് നല്ലതാണ്, ഈ സ്കിന്നിന് നല്ലതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. ഇതൊക്കെ വളരെയധികം ഗുണപ്രദമായിട്ടുള്ള സംഗതിയാണ്. വെയിറ്റ് കുറയാനായിട്ട് സഹായിക്കും കേട്ടോ. നിത്യേന ഇതങ്ങോട്ട് കുടിക്കുക. ഇത് നിങ്ങൾ രാവിലെ നടക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിലേ ഒരു 2-3 പൂവ് പറിച്ചു കൊണ്ടുവരിക. അതൊന്നിട്ട് തിളപ്പിക്കുന്ന നേരം കഴിയുമ്പോഴത്തേനും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൊക്കെ നടന്ന് ശരീരം ചൂട് പിടിച്ച് വ്യായാമം കഴിഞ്ഞ് വന്നാൽ മിനിമം അരമണിക്കൂർ, 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ പാടുള്ളൂ. മിനിമം അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരെ ഈ പൂവ് ഒടിച്ചുകൊണ്ട് വരിക, അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എന്നിട്ടൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും തണുക്കും. അത് ആ വെള്ളം അങ്ങോട്ട് വെറും വയറ്റിൽ അങ്ങോട്ട് കുടിക്കുക. അങ്ങനെ വേണം ഒരു ദിവസം തുടങ്ങാൻ. അപ്പോൾ അത് നിങ്ങളുടെ സ്കിന്നിന് നല്ലതാണ്, വെയിറ്റ് കുറയാൻ നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, മെമ്മറി കൂട്ടാനും ബ്രെയിൻ്റെ ഫംഗ്ഷൻ കൂട്ടുന്നതിന്, സർക്കുലേറ്ററി സിസ്റ്റം നന്നാവുന്നതിന്, കിഡ്നി ഫിൽട്രേഷൻ്റെ, ഫാറ്റി ലിവറൊക്കെ കുറയുന്നതിന് ഒക്കെ സഹായകമാകുന്നുണ്ട് ഇതിങ്ങനെ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി അങ്ങനെ ഒരു ചെമ്പരത്തിപ്പൂ കൊണ്ട് അങ്ങനെ ഒരു ടീ രാവിലെ കുടിക്കുന്നത് വളരെ നല്ല, ക്യാൻസർ കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വരെ സാധിക്കുന്നവരാണ്. രക്തചംക്രമണം ശരിയാവണ്ണം നടക്കും, ഹാർട്ടിൻ്റെ സർക്കുലേഷൻ ഭംഗിയായിട്ട് നടക്കും. ഇതൊക്കെ പോരെ, ഇതിലപ്പുറം ഇനി എന്താ വേണ്ടത്? അന്ന് യാതൊരു വിലയില്ലാത്ത, യാതൊരു ഇഷ്ടം പോലെ സുലഭമായിട്ട് ക്ലൈമറ്റിൽ, കേരളത്തിലെ കാലാവസ്ഥയിൽ ലഭിക്കുന്ന സംഗതിയാണ് ചെമ്പരത്തിപ്പൂ. പക്ഷേ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണ്ണിമത്തനിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ അനേകം, നമ്മൾ ഈശ്വരൻ സൃഷ്ടിച്ച ചെമ്പരത്തിപ്പൂ 1-2 തരമുള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ കഴിവുകൾ അതിൽ പ്രകടിപ്പിച്ച് പലതരം കളറുകളിലും നിറത്തിലും സ്പീഷീസ് അങ്ങനെ ആ ക്രോസ് പോളിനേഷൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ 5 തലകളുള്ള ചുവന്ന ചെമ്പരത്തിയാണ് ഇതിനെടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ പൂവിന് ഇത്തരം ഗുണങ്ങളുണ്ട്, ഇലയ്ക്ക് ഇത്തരം ഗുണങ്ങളുണ്ട്, മുട്ടിന് ഇത്തരം ഗുണങ്ങളുണ്ട്. ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. മുടി കൊഴിച്ചിലിനും താരനും ഒക്കെ അകറ്റുന്നതിനും, മുടി ധാരാളം വളരുന്നതിനും സഹായിക്കുന്നു, തലയ്ക്ക് കുളിർമ നൽകുന്നു, മെമ്മറി പവറും ഉറക്കവും കൂട്ടുന്നതിന് സഹായിക്കുന്നു ഈ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ തേച്ച് കുളിച്ചാൽ. ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ഇതിനടങ്ങിയിട്ടുണ്ട്. ചൊറി, ചിരങ്ങ്, കരപ്പൻ ഇതൊക്കെ ഇല്ലാതാക്കുന്നതിന്, പ്രത്യേകിച്ച് ബാലചികിത്സയിൽ കുട്ടികൾക്ക് വളരെ ഫലപ്രദമാണ്. ഓക്കെ,
അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് 1-2 തവണ കാണുക. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ പറയുകയാണ്, ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഡെയിലി 3 മണിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ വീഡിയോയുടെ അവസാനം 4 പ്ലേലിസ്റ്റ് വരും. അതുപോലെ ഇവിടുത്തെ ഐ ബട്ടണിൽ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ഐ ബട്ടണിൽ വരും, ലിങ്ക് വരും. അതും നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണല്ലോ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണുക, താല്പര്യമുള്ള വീഡിയോസ് മുഴുവനായിട്ട് കാണുക, മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.